ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പിക്കിളാണ്. അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് സ്ക്വയർ ഷേപ്പിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായി വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയുമാണ്. ഞാൻ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, പച്ചമുളക് വട്ടത്തിലും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടിയും നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ റാപ്സ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ മറ്റ് എന്തെങ്കിലും ഓയിലോ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഉലുവ, പിന്നെ കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്യാം. അത് പൊട്ടി വന്ന ശേഷം കടുകൊക്കെ നന്നായി പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇത് നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി ഒന്ന് പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമൊക്കെ ആകുന്നത് വരെ ഏകദേശം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ തീ ഒന്ന് അല്പം കുറച്ച് വയ്ക്കണം. ഒത്തിരി തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക. ശേഷം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരം വെച്ച് കരിഞ്ഞു പോകരുത്. കുറച്ച് സമയം ഒന്ന് പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീട്രൂട്ട്, മുളക് പൊടി, നമ്മൾ ആ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമുക്കത് ഒന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഒട്ടും വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം അടച്ച് വെച്ച് ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങിയ വെള്ളമൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ഏകദേശം ചെറുതായി വെന്തിട്ടുണ്ടാവും. ഒത്തിരി വെന്ത് പോകണ്ട. വെന്ത് പോയാൽ എനിക്കിഷ്ടം ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ പാകത്തിനുള്ളൊരു അച്ചാർ, അങ്ങനെയാണ് എനിക്കിഷ്ടം. സോ ഞാൻ ഒത്തിരി വേവിച്ചെടുത്തിട്ടില്ല. ഒരു ഏകദേശം ഒരു മീഡിയം ഇതിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വിനെഗറും പിന്നെ അല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് സമയം വയ്ക്കുക. ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് ഈ പിക്കിളിന്. കുറേ ദിവസം കേടാവാതിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് കേടാവാനുള്ള സമയം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു പിക്കിളാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിക്കിളാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ നോക്കണം. താങ്ക്